ഗുഡ് മോർണിംഗ്. നാട്ടിലെ പുഷ്പമേളയ്ക്കൊക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡൻ സെന്ററിൽ കയറിയാൽ. അവിടെ നമുക്ക് പാസ് കൊടുത്ത് വേണം ഇവരെയൊക്കെ കാണാൻ. ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല, എപ്പം വേണേലും കയറി ചെല്ലാം. മേടിച്ചില്ലെങ്കിലും നമുക്ക് ഇവരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇറങ്ങിപ്പോരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡൻ സെൻറ്ററിലേക്ക് വരുന്നതെങ്കിൽ അതിനുവേണ്ടി തന്നെ ഇറങ്ങുക. കാഴ്ചയ്ക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ നോക്കി നിൽക്കാൻ തുടങ്ങിയാൽ അതിനേ സമയം കാണത്തുള്ളൂ. ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ മാടി വിളിക്കും എന്നെ കൂടെ വന്ന് നോക്കിയിട്ട് പോകാൻ. അതുപോലെയാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുട്ടത്തോടും ചാണകവും വെള്ളവും വെളിച്ചവും ഒക്കെ അതിൻ്റെ കണക്കിനൊക്കെ കൊടുത്താൽ ഇവരൊക്കെ പൂത്തുലഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇവിടെ ഇച്ചിരി കാര്യങ്ങൾ വ്യത്യാസമാണ്. ഇവരൊക്കെ ഇച്ചിരി ഹൈഫൈ ആൾക്കാരാന്ന് തോന്നുന്നു. ഈ കൂട്ടത്തിൽ 1-2 പേർക്കേ ഉള്ളൂ വളരെ ചെറിയ കെയർ ആവശ്യമുള്ളത്. ബാക്കി എല്ലാവർക്കും അതിൻ്റെതായ ഫീഡും കാര്യങ്ങളും ഒക്കെ മേടിച്ച് നമ്മൾ മക്കളെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുന്നത് പോലെ വേണം ഇവരെ നോക്കാൻ. ഇല്ലേ പോക്കറ്റിലെ കാശ് പോയ വഴി അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവരെ ഓരോരുത്തരെ എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഇവരുടെ കെയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇവര് ആഠിത്യവും ഭംഗിയും ഒക്കെ കുറച്ച് കൂടുതലുള്ള കൂട്ടരായതുകൊണ്ട് ഇവർക്കെല്ലാം വരാനും പോകാനും സമയവും കാലവും ഒക്കെ ഉണ്ട് കേട്ടോ. മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവരിങ്ങനെ പ്രാന്ത് പിടിച്ചതുപോലെ പൂത്തൊലിഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ഭംഗിയൊന്നും പോരാ ഇവിടുത്തെ തണുപ്പിനെ താണ്ടാന്. ഏകദേശം സെപ്റ്റംബർ പകുതിയോടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് പോകാനുള്ള സമയം ആകും. അപ്പോഴത്തേക്ക് ഇവരൊക്കെ നമ്മളോട് ബായ് പറഞ്ഞു പോകും. പിന്നെ ഇവരെ കാണണമെങ്കിൽ ഒരു നീണ്ട കാത്തിരിപ്പാണ് അടുത്ത വർഷം മെയ് ജൂൺ വരെയൊക്കെ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു 3-4 മാസം സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇവരോടൊപ്പം കുറേ സെൽഫി എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക, അതൊക്കെ ആസ്വദിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ പൂക്കൾ കണ്ടാലും അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. അത്രയും ഭംഗിയാണ്. അവരോടൊപ്പം ഉണ്ട് കേട്ടോ ഈ മുളകും തക്കാളിയും പിന്നെ ഇങ്ങനെ ഈ ഇലച്ചെടികളും. പിന്നെ ഇവരെയൊക്കെ അടുക്കി പെറുക്കി വെക്കാനെ കൊണ്ട് വിവിധ സൈസിലും ഷേപ്പിലും ഒക്കെയുള്ള പൂച്ചട്ടികളുണ്ട് കേട്ടോ.